ഒരു പാവ നമ്പർ 13 അല്ലേ? 13-ാം നമ്പർ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടക്കുകയാണ്. നമ്മൾ നോക്കുകയാണ് 13-ന് എന്താ പ്രശ്നം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ന് KM ഷാജി 13-ാം നമ്പർ വാഹനം ചോദിച്ചു വാങ്ങിയതാണ് വീണ്ടും വാർത്തകളിലേക്ക് വന്നത്. എന്നാൽ VD സതീശൻ സർക്കാർ വന്നതിന് ശേഷം 13-ാം നമ്പർ ആർക്കും വേണ്ട എന്നുള്ള വാർത്ത വലിയ തോതിലുണ്ടായിരുന്നു. കാലാകാലങ്ങളായി മന്ത്രിസഭ വരുന്ന സമയത്ത് 13-ാം നമ്പർ വാഹനം എടുക്കാൻ ആളുണ്ടാകില്ല, അല്ലെങ്കിൽ അത് ആരെങ്കിലും എടുത്താൽ അത് വലിയ വാർത്തയാകുന്ന സാഹചര്യം ഉണ്ട്. 2006-ലെ 13 എന്ന് നമുക്ക് നോക്കാം. 2006-ലെ 13 അന്ന് MA ബേബിയാണ് ആ വാഹനം എടുത്തത്. അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ കരിയറിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, പിന്നീട് അദ്ദേഹം മത്സരിച്ചില്ല. പക്ഷേ എന്നാൽ പോലും CPM പോലെ ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് MA ബേബി എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അതിനുശേഷം തോമസ് ഐസക്ക് 13-ാം നമ്പർ, ഐസക്കിന് പേടിയില്ലാത്ത 13, തോമസ് ഐസക്ക് അദ്ദേഹം 2016 അദ്ദേഹം എടുത്തു. അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ പിന്നീട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിയിലേക്ക് അദ്ദേഹത്തെ നമ്മൾ കണ്ടില്ല. പക്ഷേ 13 നമ്പർ എടുത്തത് കൊണ്ടല്ലെന്നേ, അങ്ങനെയല്ല യഥാർത്ഥത്തിൽ പ്രശ്നമുള്ളത്. 13-നോട് എന്തോ ഒരു പ്രയാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. 13 എടുത്ത പ്രസാദ് മിനിസ്റ്റർ, ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ 2ാം പിണറായി സർക്കാരിൽ അത് 13 എടുത്ത പ്രസാദ് മിനിസ്റ്ററാണ്. അദ്ദേഹം ചേർത്തലയിൽ ഇക്കുറി മത്സരിക്കുകയും ചെയ്തു, ജയിക്കുകയും ചെയ്തു. അനാവശ്യമായിട്ടുള്ള ഒരു അന്ധവിശ്വാസം ആരോ, അതാരാണെന്നറിയില്ല, 13-നെ കുറിച്ച് പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. പേടി വേണ്ട 13-ന് എന്നുള്ളത്. നമ്മളിപ്പോൾ അല്പസമയം മുൻപ് KM ഷാജിയുടെ വാക്കുകൾ കേട്ടല്ലോ. അദ്ദേഹത്തിന് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു, ഇനി കുറച്ച് ലേറ്റ് ആയാലും അത് 13-ന്റെ പ്രശ്നമാണെന്ന് പറയും. അന്ന് ഞാൻ തോറ്റത് 13 കൊണ്ടല്ലല്ലോ എന്നുള്ളതാണ്. പാവമാണ് 13 എന്നായി, ഒരു പ്രശ്നമില്ല. RP സനൂപ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സനൂപ്, ഈ 13-ൽ എന്തിനാണ് ഇങ്ങനെ ആളുകൾ പേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്? മാത്രമല്ല ഇത്തവണയും 13-ാം നമ്പർ സ്റ്റേറ്റ് കാർ ആകെ വാർത്തയിൽ നിറഞ്ഞല്ലോ. ഇന്നിപ്പോൾ KM ഷാജി 13 എടുത്തു, അതും വലിയ വാർത്തയാകുകയും ചെയ്തു. അപ്പോൾ ഈ 13-ന്റെ ഒരു ചരിത്രം എന്താണ് കേരള രാഷ്ട്രീയത്തിൽ? എന്താ അല്ലേ മഹേഷ്, ഒരു നമ്പറിന്റെ പേരിൽ ഇങ്ങനെ പേടിച്ച് കഴിയേണ്ടവരാണോ നമ്മുടെ മന്ത്രിമാർ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. എന്തായാലും ആർക്കും വേണ്ടാതെ കിടന്ന 13-ാം നമ്പർ അത് ഇന്നിപ്പോ KM ഷാജി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. വിപ്ലവകരമായിട്ടുള്ള തീരുമാനമല്ല, ആർക്കും വേണ്ടാത്ത നമ്പർ താൻ എടുക്കുന്നു എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞത്. മുമ്പ് 2 തവണ തോറ്റപ്പോഴും ആ 13-ാം നമ്പർ തൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും അതൊരു അശുഭ നമ്പറായിട്ട് താൻ കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമ്മുടെ കോൺഗ്രസ് മന്ത്രിമാരൊക്കെ തന്നെ പല കാലങ്ങളിലായിട്ട് അവർക്ക് ഈ 13-ാം നമ്പറിനോട് വലിയ വിരോധമാണ്. അതൊരു അശുഭ നമ്പറായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് 2006-ൽ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി ആ വാഹനം 13-ാം നമ്പർ വാഹനം തിരഞ്ഞെടുക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞ് 2011 ഉമ്മൻചാണ്ടി സർക്കാർ വന്ന സമയത്ത് ഈ 13-ാം നമ്പർ കാർ ഏറ്റെടുക്കാൻ ഒരു മനുഷ്യനും തയ്യാറായില്ല. 2016-ലെത്തിയപ്പോൾ തോമസ് ഐസക് വാഹനം ഏറ്റെടുത്തു. 2021-ൽ P പ്രസാദ് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ഈ 2026-ലെത്തിയപ്പോൾ ആ വാഹനം ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. ഇനി ആരും ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഈ 13-ാം നമ്പർ വാഹനം അത് ഈ പൊതു ആവശ്യത്തിന് വേണ്ടി ടൂറിസം വകുപ്പ് മാറ്റിവെക്കുമായിരുന്നു. എന്തായാലും അതുണ്ടായില്ല. KM ഷാജി ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് ആ വാഹനം ഏറ്റെടുക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. പൊതുവേ ഈ എന്തിനാണ് ഇത് പേടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ 13-ാം നമ്പർ വാഹനം അല്ലെങ്കിൽ 13-ാം നമ്പർ മുറി ഒക്കെ തന്നെ ഉപയോഗിച്ചവരാരും പിന്നീട് രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ളൊരു പരാതി, എന്നൊരു പേടി, ഒരു അന്ധവിശ്വാസം പോലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഇതൊക്കെ തന്നെ അങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നൊരു സ്ഥിതിയാണ് ഉള്ളത്. ഒരുപക്ഷെ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയൊക്കെ നടന്നത് 13-ാം തീയതിയായിരുന്നു. ഏപ്രിൽ 13-ാം തീയതിയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയൊക്കെ നടന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് പേടിച്ചിട്ടാണോ എന്നറിയില്ല, ഇതെടുത്താൽ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കോൺഗ്രസ്സുകാരൊക്കെ തന്നെ കരുതുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഈ 13-ാം നമ്പർ ഇവർക്ക് അശുഭമായിട്ട് മാറുന്നത്. ഈ 2011-ൽ അന്ന് 13-ാം നമ്പർ കാർ ആരും ഏറ്റെടുത്തതുമില്ല. MLA ഹോസ്റ്റലിലെ 13-ാം നമ്പർ മുറിയും ആരും എടുത്തില്ല, നിളയിലെ 13-ാം നമ്പർ മുറി. അങ്ങനെ 2016-ൽ LDF സർക്കാർ വന്ന സമയത്ത് ഈ 13-ാം നമ്പർ മുറി ഏറ്റെടുക്കാൻ തയ്യാറായി വന്നത് പാറശാല MLA ആയുള്ള CK രവീന്ദ്രനാണ്. അദ്ദേഹം 2016-ലും ആ നിളയിലുള്ള 13-ാം നമ്പർ മുറിയിൽ തന്നെ താമസിച്ചു. പിന്നീട് 2021-ൽ വീണ്ടും തിരഞ്ഞെടുത്തപ്പോഴും ആ മുറിയിൽ തന്നെ താമസിച്ചു. ഇപ്പോഴും അദ്ദേഹം ആ 13-ാം നമ്പർ മുറി തന്നെ തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ്സുകാർക്ക് ആർക്കും തന്നെ ഇപ്പോഴും 13-ാം നമ്പർ മുറിയോ അല്ലെങ്കിൽ 13-ാം നമ്പർ വാഹനമോ ഏറ്റെടുക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. വരും കാലങ്ങളിലെങ്കിലും അവർക്ക് ധൈര്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക്
ഒരുപക്ഷെ പ്രതീക്ഷിക്കാം. കാരണം ഇങ്ങനെ ഭയപ്പെട്ട് ഈ വെറും ഒരു നമ്പറിന്റെ പേരിൽ ഇങ്ങനെ മാറി നിന്ന് അത് വലിയ ചർച്ചയൊക്കെ ആക്കേണ്ട ഒരു സ്ഥിതിയാണ്. ഒരു സംസ്ഥാനം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് 13-ാം നമ്പർ വാഹനം ആരെങ്കിലും ഏറ്റെടുക്കണമേ എന്നൊക്കെയുള്ള. എന്തായാലും KM ഷാജിക്ക് ആ ധൈര്യം ഉണ്ടായി. അദ്ദേഹം പറയുന്നത് പോലെ തനിക്ക് വരാനുള്ളതെല്ലാം വന്നു കഴിഞ്ഞു. മുമ്പ് 2 തവണ തോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും 13 കൂടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും ഈ 13 നമ്പർ തമ്മിൽ ഏറ്റെടുക്കുകയാണ്. എന്ത് വന്നാലും കുഴപ്പമില്ല, സഹിച്ചോളാം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സനൂപ, കൗതുകമുള്ള ഒരു കാര്യം കൂടി പറയട്ടെ. ആ വാഹനത്തിന്റെ നമ്പർ ഉണ്ടല്ലോ 8311, അത് കൂട്ടിയാലും 13 വരുന്നത്. നമ്മൾ PCR ടീം ഇപ്പോൾ പറഞ്ഞു തന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു കൗതുകം കൂടിയുണ്ട്. എന്തായാലും KM ഷാജി 13 ഞാൻ പേടിക്കില്ല എന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നിരിക്കുകയാണ്. അനാവശ്യമായ അന്ധമായ വിശ്വാസങ്ങളാണ് 13 എന്ന നമ്പർ. 12 കഴിഞ്ഞാൽ 14 അല്ല, അതിനിടയിൽ 13 ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ കാലഘട്ടത്തിലെങ്കിലും നമ്മൾ ഓർക്കേണ്ടതല്ലേ.